വെൽക്കം ടു ഡേ 2. നമ്മൾ രാവിലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടീം. ഡിസ്ട്രിബ്യൂഷൻ ടീമിൽ സുബു സാറുണ്ട്, തൃപ്തിയുണ്ട്, സുമേഷ് സാറുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സുമേഷ് സാറ്, TSGയിലാണ് വരുന്നത്. പിന്നെ സജീവേട്ടനുണ്ട്, അതുപോലെ രാജീവേട്ടനുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റ്. ബെനിഫിഷ്യറിയുടെ പേര്, ഫോൺ നമ്പർ, ആധാർ നമ്പർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെന്റ് ID പ്രൂഫിന്റെ നമ്പർ, കൂപ്പൺ നമ്പർ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തി. ഇന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് പനമരം ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ കോളനികളിലാണ്. ഇത് വരുന്നത് ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രീമെട്രി ഹോസ്റ്റലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവരിൽ നിന്നും കൂപ്പൺ കളക്ട് ചെയ്ത് വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. റിലീഫ് കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ബാനർ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടുണ്ട്. നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ ബെനിഫിഷ്യറീസ് എല്ലാം അവരുടെ ഗവൺമെന്റ് ID പ്രൂഫ് ഒക്കെ ആയിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നു. അപ്പോഴേക്ക് ഗോഡൌണിൽ നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, കസേര, മേശ, ട്രങ്ക് പെട്ടികളെല്ലാം എത്തി. നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ് ഇതുവരെ സ്റ്റാർട്ട് ആയാലും അവർ നല്ല ഡിസിപ്ലിൻ ആയിട്ട് എല്ലാവരും ലൈനായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതിനകത്ത് വെരിഫിക്കേഷനുള്ള കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ലോഡും എത്തിയത്. ഈ കാണുന്ന ട്രക്കുകളും അതുപോലെ പുറത്ത് കിടക്കുന്ന 2 വലിയ ലോറികളും അതെല്ലാം നമ്മുടെ കൺസൈൻമെന്റിനാണ്. ഏറ്റവും അവസാനമാണ് നമുക്ക് കൊടുക്കാനുള്ള സ്റ്റീൽ കോട്ടിന്റെ, അതായത് കട്ടിലിന്റെ കൺസൈൻമെന്റ് എത്തി. അപ്പുറത്ത് നമ്മുടെ ലോറി കിടപ്പുണ്ട്. അതിൽ 40 കിറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ബാനർ കാണുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, എനിക്കൊരു വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. കിറ്റിന്റെ എല്ലാ ഐറ്റംസും വന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഡെമോ സെഷൻ ആണുള്ളത്. നമുക്ക് ഈ റിലീഫ് കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നും അതെങ്ങനെ യൂസ് ചെയ്യണം അതിനെപ്പറ്റി ബേസിക് ആയിട്ടൊരു ഡെമോ സെഷൻ നമ്മുടെ ടീം നൽകേണ്ടതുണ്ട്. നമ്മുടെ ട്രങ്ക് പെട്ടിക്കകത്തുള്ള 9 സാധനങ്ങളും പുറത്തെടുത്ത് നമ്മുടെ കട്ടിലെ മേളിൽ വെച്ച് ഓരോന്നായിട്ട് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബു സാറാണ് നമ്മുടെ ക്ലാസ് ലീഡ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് സുബു സാർ അവർക്ക് പറഞ്ഞു കൊടുത്തത്. എല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ട്രൈബൽ ഫാമിലീസ് ആണ് നമ്മുടെ മെയിൻ ബെനിഫിഷ്യറീസ്. എല്ലാ വർഷവും വെള്ളം കയറാറുണ്ടോ മഴ പെയ്യുമ്പോൾ? അപ്പോൾ നജീബുദ്ദീൻ സാറുണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ പനമരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ്. സാറിനോട് പ്രത്യേകം നന്ദി. സാറിന് പറഞ്ഞ പ്രകാരം നമ്മൾ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാം മനസ്സിലാക്കി. നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ചതുപ്പ് കാണും, ചെളി കാണും, പിന്നെ അട്ട കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ രാത്രി പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും നിങ്ങൾക്ക് പുറത്തിറക്കാനും ഈ 2 സെറ്റ് ഒരു കിറ്റിനകത്ത് ഇങ്ങനെ 2 എണ്ണം കാണും. സൂര്യപ്രകാശത്തിൽ ചാർജ് ആവുന്ന ഈ സോളാർ എമർജൻസി ലൈറ്റിന്റെ ഒരു പ്രവർത്തന രീതിയും അതിന്റെ ഉപയോഗവും അതുപോലെ രാത്രിയിലുള്ളതിന്റെ ഗുണങ്ങളുമാണ് സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എമർജൻസി ലൈറ്റിന് താഴെയായിട്ട് ഒരു നോബ് ഉണ്ട്. ആ നോബ് വലത്തോട്ട് തിരിക്കും തോറും അതിന്റെ ബ്രൈറ്റ്നസ് കൂടി വരും. അതുപോലെ തന്നെ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യും. കൂട്ടത്തേക്കുന്ന ഒരു ചേച്ചിയെ സുബു സാർ മുമ്പോട്ട് വിളിക്കുകയും ചേച്ചിയെ കൊണ്ട് തന്നെ അതിന്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് അതിന്റെ ബ്രൈറ്റ്നസ് മാറുന്നതൊക്കെ കാണിച്ചു. അതിനുശേഷം ഒരു കുഞ്ഞു മോളെ മുമ്പോട്ട് കൊണ്ടുവന്ന് വിസിൽ ഉദിപ്പിക്കാനും സാർ മറന്നില്ല. അതിശക്തമായ മഴയിൽ പെട്ടെന്നെങ്ങാനും രാത്രിയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ വന്യജീവികളുടെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു അപായ സൂചന നൽകാനും നമുക്ക് വിസിൽ ഉപയോഗിക്കാം. ഇല്ലാത്ത അടുപ്പിന്റെ ഡെമോ ആയിരുന്നു സുബു സാർ അടുത്തായിട്ട് എടുത്തത്. ഇതിനകത്ത് ഇട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. സാധാരണ വെള്ളം കത്തിച്ച് ഈ അടുപ്പിന് 2 ഹാൻഡിലുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് മോൾഡ് ചെയ്യണം. അതിനുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കിറ്റിനകത്ത് തന്നെയാണ്. അവിടെ മുമ്പ് ഇതൊരു ചേട്ടൻ സ്വമേധയെ മുമ്പോട്ട് വന്ന് സ്ക്രൂ ഒക്കെ എടുത്ത് ഹാൻഡിൽ അവിടെ ഫിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ. തൃപ്തിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ പഴയ ഒരു പാടമുണ്ട്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. അപ്പോൾ അതിൽ ബിന്ദു പണിക്കർ പറയുന്ന ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു, യു ആർ സിസ്റ്റേഴ്സ്. അതാണ് ഇവിടുത്തെ ട്രൈബൽ ഓഫീസർ അടിയോടി സാറ് മേളിൽ എല്ലാവർക്കും ചെറിയൊരു ക്ലാസ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഓരോരുത്തരെ താഴോട്ട് വിളിച്ച് വെരിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഓരോരുത്തരായിട്ട് ലൈനായിട്ട് വരുന്നു. അപ്പോൾ അവരിങ്ങനെ അവരുടെ കയ്യിലൊരു കൂപ്പൺ കാണും. ആ കൂപ്പണും നമ്മുടെ കയ്യിലുള്ള കൂപ്പൺ നമ്പറും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ ഗവൺമെന്റ് ID പ്രൂഫ്, ആധാറോ റേഷൻ കാർഡോ വെച്ച് നമ്മൾ വെരിഫിക്കേഷൻ നടത്തും. ഇവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ തന്നെ ഇതൊരു വെറൈറ്റി പേരാണ്, നോക്കിക്കോണം. കൊച്ചി എന്നാണ് ഈ ചേച്ചിയുടെ പേര്. ഓരോ ട്രൈബൽ കോളനികൾക്കും ഓരോ ലിസ്റ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബെനിഫിഷ്യറീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അതായത് അവരുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റ് ID പ്രൂഫിന്റെ നമ്പർ. ബെനിഫിഷ്യറീസ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വന്നിട്ട് വെരിഫിക്കേഷൻ നടത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ കൂപ്പണിൽ ഒരു ഒപ്പിട്ട് മേടിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ അവർ ഒപ്പിടുമ്പോൾ അവരുടെ ഫേസും അതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡും കൂടെ ചേർത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഇന്നത്തെ ദിവസം ഇപ്പോൾ 83 ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ 83 ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവണം. കാരണം ഇത് നമ്മൾ രാത്രി ചെന്നിട്ട് ഷെയർ പോയിന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യണം ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി. IT കമ്പനിയിൽ നിന്ന് വന്നുകൊണ്ട് ഈ ഫോട്ടോ എടുപ്പ് പരിപാടി അതുപോലെ തന്നെ ഈ അപ്ലോഡിംഗ് പരിപാടി മുഴുവൻ എൻ്റെ തലയിലായി. വലിയ കോളനികളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോറിയും കൊണ്ട് പോകാൻ വേണ്ടിയാണ് യേശുദാസേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏകദേശം 2-3 വലിയ കോളനികളുടെ വെരിഫിക്കേഷൻ പ്രോസസ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിറയെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിപാടി നല്ല ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വരുന്നു, കൂപ്പൺ കൊടുക്കുന്നു, വെരിഫിക്കേഷൻ നടക്കുന്നു, ഒപ്പിടുന്നു, ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഈ ചേച്ചി സാരി ഉടുത്തേക്കുന്നത് കാണുന്നതിന് എന്ത് രസമാണല്ലേ. സിവിലൈസ് അല്ലാത്തൊരു ട്രൈബൽ കോളനിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ആ ചേച്ചി വരുന്നത്. മൊത്തത്തിൽ ക്ലൂലെസ് ആണ് ആ ചേച്ചി. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ലായിരിക്കും. എന്തായാലും നമ്മൾ ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചിയുടെ തന്നെ ID കാർഡെല്ലാം മേടിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന ഡാർക്ക് ബ്ലൂ ചുരിദാറിട്ട ചേച്ചിയാണ് ഇവിടുത്തെ ST പ്രൊമോട്ടർ, അതായത് ഷെഡ്യൂൾ ട്രൈബ് പ്രൊമോട്ടർ ചേച്ചി എല്ലാ കാര്യത്തിലും വളരെയേറെ ഹെൽപ്ഫുൾ ആയിരുന്നു. പ്രൊമോട്ടറാണ് നമുക്ക് എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്തിരുന്നത്. അതായത് ഇന്ന ആൾ, ഈ കോളനിയിലെ ഇന്ന ആൾ
ഫോർ എക്സാമ്പിൾ ലീല, ബബിത, സവിത ഇവരൊക്കെ ഇന്ന കോളനിയിലെ തന്നെ ഉള്ള ആൾക്കാരാണെന്ന് പ്രൊമോട്ടറാണ് നമുക്ക് കൺഫേം ചെയ്ത് തരുന്നത്. കാരണം പ്രൊമോട്ടർക്ക് കോളനിയിലുള്ള എല്ലാവരെയും പേഴ്സണലി പരിചയമുണ്ടല്ലോ. പാരലലി നമ്മുടെ ഒരു ടീം അപ്പുറത്തിരുന്നത് ഡാറ്റ എല്ലാം കൂടെ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ സിങ്ക് ചെയ്യുന്നുണ്ട്. ആണ് നമ്മുടെ ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും അവസാനത്തെ കോളനി. അപ്പോൾ ഇതിൽ ഏകദേശം 11 എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഈ 11 ബെനിഫിഷ്യറീസിനെ നമ്മൾ വരിവരായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വരിക, അവരുടെ കൂപ്പൺ തരികയും ബാക്കി പ്രോസസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 11 പേരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ടോട്ടൽ മൊത്തത്തിലുള്ള എല്ലാ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അവരുടെ വീടുകളിൽ ഡിസ്ട്രിബ്യൂഷന് പോവാം. ഓൾറെഡി ഇപ്പോൾ ഒരു വലിയ ലോറിയും 2 ട്രക്കും പോയി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഈ വെരിഫിക്കേഷൻ പ്രോസസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സ്പീഡ് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഷീറ്റിൽ നോക്കിയാൽ കാണാം അവിടെ സിഗ്നേച്ചറിൻ്റെ അവിടെ അവർ ഒപ്പിട്ടിട്ടില്ല, പകരം തമ്പ് ഇംപ്രഷനാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ പിടിക്കേണ്ടതെന്നോ ഒപ്പെങ്ങനെ ഇടേണ്ടതെന്നോ അവർക്കറിയില്ല. അതുകൊണ്ട് ഒരു സ്റ്റാമ്പ് പാഡ് നമ്മൾ കരുതിയിരുന്നു. ഇവരാണ് ഏറ്റവും അവസാനമായിട്ട് വൈകി വന്ന ഒരു ഫാമിലി. ഇവർ കുറച്ച് ദൂരത്താണുള്ളത്. ഇവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. എല്ലാ കൂപ്പണുകളും ഹാംലെറ്റ് പ്രൈസ് അടുക്കി വെച്ചിരിക്കുന്നത് കാണിച്ചിരുന്നത്. ഓരോ ഹാമിലും നമ്മൾ ഓരോ നമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അവസാനം ഓഡിറ്റിങ്ങിന് സമയത്ത് ആവശ്യം വരും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. മിക്ക ആൾക്കാർക്ക് ഒപ്പിടാനൊന്നും അറിയാത്തതുകൊണ്ട് സ്റ്റാമ്പ് പാഡാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണി ഇതേ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഉടനെ പോകാം. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പൾബർഗ് സാബു ചേട്ടൻ. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ പ്രൊമോട്ടർ ചേച്ചിയെ വണ്ടി കയറ്റിയിരുന്നു. ചേച്ചിയാണ് നമുക്കിപ്പോൾ വഴി പറഞ്ഞു തരുന്നത് അവരുടെ കോളനിയിലോട്ടുള്ള. ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ഇവിടെ ലോക്കൽ ഓടുന്നവരാണെങ്കിലും അവർക്കൊന്നും ഈ കോളനികളിലോട്ടുള്ള വഴി അറിയത്തില്ല. അത് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മുടെ പ്രൊമോട്ടർ ചേച്ചി കൂടെ വേണം. പ്രൊമോട്ടർ ചേച്ചി നമുക്കിപ്പോൾ വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊടിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടിക്കെന്നല്ല, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്താവും നമുക്ക് നോക്കാം. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഫുൾ പച്ചപ്പ്, നിറയെ നെൽപ്പാടങ്ങളും. നിങ്ങൾ കണ്ടോ, കണ്ണിന് എന്താ ഒരു കുളിർമ. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പും കിടിലൻ കാറ്റും. ട്രക്കിലിരുന്നുകൊണ്ട് സൈഡ് സീറ്റിലുള്ള ഒരു യാത്ര മനോഹരമായിട്ടൊരു യാത്രയായിരുന്നു. ഇവിടുത്തെ വേറൊരു മെയിൻ കൾട്ടിവേഷനാണ് കവുങ്ങ്. നമ്മൾ പോകുന്ന വഴി നിറയെ കവുങ്ങ് തോട്ടങ്ങൾ കാണാം. ഇത് കവുങ്ങാണോ പനയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കവുങ്ങാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളിപ്പോൾ പോകുന്നത് പനമരം ഗ്രാമപഞ്ചായത്തിലെ 2 ട്രൈബൽ കോളനിയിലോട്ടാണ്. 2 കോളനികളും കുറച്ച് ഉള്ളിലോട്ടാണ്. ഇതേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രക്ക് നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റോഡ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീട്. അത്യാവശ്യം നല്ലൊരു വീടാണ്. ഇതിൻ്റെ പുറകിലായിട്ട് വേറെ 4 വീടുകളുണ്ട് ഈ കോളനിയിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവർക്കുള്ള കിറ്റ്സും കൂടെ നമ്മൾ ഇവിടെ തന്നെ ഇറക്കി വെക്കാനാണ് പ്ലാൻ. അതിന് മുന്നേ മുന്നോട്ട് പോകുമ്പോൾ 2 വീടുകളുണ്ട്. അങ്ങോട്ടുള്ള കിറ്റ്സ് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഭയങ്കര ചെറിയ വഴിയായതുകൊണ്ട് ഈ ട്രക്ക് അങ്ങോട്ട് പോകുമോ, നമുക്ക് അവിടെ തിരിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ചേട്ടന്മാർ കറക്റ്റായിട്ട് സൈഡൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി തിരിക്കാൻ പറ്റി. റോഡ് മണ്ണിട്ട റോഡായിരുന്നു. കുറച്ച് ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രക്ക് ചെറുതായിട്ടൊന്ന് റോഡിൽ കുഴിഞ്ഞു പോയെങ്കിൽ അവസാനം വണ്ടി തിരിച്ച് കയറ്റി റോഡിലാക്കി. ഭയങ്കര ഇടുങ്ങിയ റോഡാണ്. നേരം കഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിച്ച് മെയിൻ റോഡിലോട്ട് എത്തിച്ച്. ഡ്രൈവർ ചേട്ടൻ ഈ ചെറിയ റോഡിൽ ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കളിച്ച് അവസാനം എങ്ങനെയോ റോട്ടിൽ കയറ്റി. ഈ പൊല്ലാപ്പിൻ്റെ എല്ലാം ഇടയ്ക്കാണ് മഴ കുറച്ചുകൂടെ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. ശക്തമായിട്ട് പറഞ്ഞാൽ നേരത്തേക്കാട്ടും കുറച്ചുകൂടെ ശക്തിയിൽ പെയ്യാൻ തുടങ്ങി. പിന്നെ ട്രക്ക് നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇറക്കാൻ തുടങ്ങി. സാധനങ്ങൾ മൂടിയിട്ട് ടാർപ്പേഡ് അടി എന്നിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ അൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോന്നായിട്ട് മേശ, കസേര, ട്രങ്ക് പെട്ടി എല്ലാം നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചേട്ടന്മാരെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൂടെയുള്ള 2 ഭായിമാരെ ട്രക്കിൻ്റെ മേളിൽ കയറി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനിടയിൽ അവർ താഴോട്ട് ഇറക്കുന്ന സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി താഴോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ബാക്കിലുള്ള വീട്ടുകാരെല്ലാം കൂടെ വന്ന് കൂടിയിട്ടുണ്ട്. അവർക്കുള്ള സാധനങ്ങൾ ഇവിടെ 2 ട്രങ്ക് പെട്ടികളെല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. സമയം ഓൾറെഡി വൈകിയോണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ഇറക്കിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുക. ഇനി ഒരു കോളനിയും കൂടെ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇത് നമ്മുടെ കോളനിയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ വാഴത്തോട്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചെറിയ വാഴത്തൈകൾ ഇങ്ങനെ കാണാൻ വേണ്ടി. ആ റോഡിൻ്റെ അറ്റത്തു നിന്ന് വണ്ടി ഇനി വളച്ച് തിരിച്ചു വരണം. ആ ഗ്യാപ്പിൽ ഞാൻ പയ്യെ മുമ്പോട്ട് ഇങ്ങനെ നടന്നു. ചാറ്റൽ മഴയത്ത് ഈ പച്ചപ്പൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് വന്ന ഉടനെ നമ്മൾ അടുത്ത കോളനിയിലേക്ക് പോയി. ഈ പാലം കടന്നു കഴിഞ്ഞ് വേണം അടുത്ത കോളനിയിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കോളനിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നീരട്ടാടി പോയി എന്ന് പറഞ്ഞ കോളനി ആയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് മേലെ പാതിരുമ്പ് എന്ന് പറഞ്ഞ കോളനിയിലൂടെ പോകുന്നത്. അവിടെ ഏകദേശം 22 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ 22 കിറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കോളനി. സമയം ഇപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കൊടുത്ത് തീർക്കണം. നമ്മളിവിടെ ട്രക്കായിട്ട് വന്നപ്പോൾ തന്നെ ആൾക്കാരെല്ലാം വന്ന് കൂടി. ഇവിടെയാണ് കുറേ പിള്ളേർ സെറ്റ് ഉണ്ട്. അവർ ഭയങ്കര ആകാംക്ഷയോടെ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ ഒരു 5 വീടുണ്ടായിരുന്നു. അവിടെയുള്ള കിറ്റുകൾ മൊത്തം ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ നിന്നൊരു വീട്ടിൽ കയറി നിൽക്കുക. അപ്പോൾ വീടിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. കൂരയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ചോർന്നിറങ്ങുന്നുണ്ടായിരുന്നു. എന്നാലേ അവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട്. പിള്ളേർ സെറ്റെല്ലാം കൂടിയിട്ട് അവിടെ ഭയങ്കര കലവിലയാണ്. എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുന്നുണ്ട്. മഴയാണെങ്കിൽ ഒട്ടും കുറയുന്നില്ല. നല്ല ശക്തി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഒരു 10-15 വീട്ടിൽ കൂടെ കിറ്റ് ഇറക്കി വെക്കാനുണ്ട്. എന്നിട്ട് വെറുതെ ഇരുന്നപ്പോൾ അവരുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്നു നോക്കി കണ്ടു. സൈഡിലായിട്ട് ഇങ്ങനെ മെക്ഡോവൽസിന്റെ കുപ്പിയിൽ ചെടി ഇങ്ങനെ തൂക്കിട്ടേക്കുന്നു. നമ്മൾ വളണ്ടിയറിംഗ് പരിപാടിക്ക് പോകുമ്പോൾ കമ്പനി ലീവ് അപ്രൂവ് ചെയ്ത് തരണം എന്നുള്ളത്. ഓൺലി അല്ല, കമ്പനി ലീവ് തരണം എന്നുള്ളത് നല്ലതായിരുന്നല്ലോ പോകുന്നത്. നമ്മുടെ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ പോയി അവിടെ നമ്മൾ ട്രങ്ക് വെട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നടന്ന് മുമ്പോട്ട് പോയപ്പോഴാണ് ഈ കണ്ടത്തിലൊരു ചെറിയ ഗോൾ പോസ്റ്റ് പോലെ കണ്ടത്. അപ്പോൾ എനിക്ക് പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ അടുത്തിങ്ങനെ ഒരു കണ്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടായിരുന്നു. മഴയത്ത് ഫുട്ബോൾ കളിക്കാൻ ഒരു പ്രത്യേകം വൈബായിരുന്നു. ആ വലത്തോട്ട് കാണുന്ന റോഡിലോട്ട് ട്രക്ക് പോകാത്തതുകൊണ്ട് അവർ 2 പേരും കൂടെ ആ വലിയ ട്രങ്ക് വെട്ടി ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. 58 കിലോയാണ് ആ ട്രങ്കിന്റെ വെയിറ്റ്. അങ്ങനെ എല്ലാ പെട്ടി അവിടെ ഇറക്കി വെച്ച് നമ്മൾ തിരിച്ച് ആ വീടുകളിലേക്ക് തന്നെ പോയി. ഇവിടെ ഒന്നും നമ്മൾ കട്ടിൽ കൊടുത്തില്ല. കട്ടിൽ അടുത്ത ലോറിയിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ കട്ടിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മഴ പെയ്തപ്പോൾ കയറിയെന്ന വീട്ടിലേക്ക് പോവാണ്. കട്ടിലുള്ള ലോറി ഓൺ ദ വേ ആണ്. നമ്മൾ നമ്മുടെ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഏഷ്യാസിൻ്റെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും.
ഓരോ കോളനിയിൽ ഓരോ വീട്ടിൽ നമ്മൾ ചസ്പാൻ എന്നൊരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. ചസ്പാന് ചുറ്റുമാണ് ഈ പിള്ളേർ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കി വന്ന് യേശാസേട്ടനും ടീമിനും വഴിയേറ്റി അവർ വേറെ ഏതോ വഴിക്ക് പോയി. ട്രക്ക് വരെ നല്ല ലാഗായി. എന്നാൽ പിന്നെ അവിടുത്തെ പിള്ളേരോട് കുറച്ചു നേരം കത്തി അടിച്ചിരിക്കുന്നു. തിരിച്ചേ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 രണ്ടുപേരും. പേരെങ്ങനെ? ആ ഇന്ന് സ്കൂളുണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ട് വന്നേ ഇപ്പോൾ? എന്തേ എന്താ പോഞ്ഞേ? സ്കൂളിലൊക്കെ പോകണം കേട്ടോ. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രക്ക് വരാത്തതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കുറച്ച് വീടുകളിൽ കിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ട്രക്ക് എടുത്ത് മുമ്പോട്ട് പോയി. കൈയാണെങ്കിൽ മറ്റേ 100 രൂപയുടെ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇരിക്കുക. എത്ര മഴ പെയ്താലുണ്ട് പുള്ളി ഫുൾ ഓണായിട്ട് ഇരിക്കുക. ഞാനാണെങ്കിൽ മൊത്തം മഴ പെയ്ത് നനഞ്ഞ് ഒരു പരിവായി. ഇതേ കണ്ടോ, തല മുതൽ താഴെ വരെ അടിമുടി നനഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ എത്ര നനഞ്ഞാലും വലിയ സീനില്ല, ചിൽ മൂടാണ്. അതുകൊണ്ട് ഞാൻ നനഞ്ഞതും മഴ പെയ്യുന്നതും വലിയ കാര്യമാകില്ല. ഞാൻ കാറ്റും കൊണ്ടും പാട്ടും പാടി പച്ചപ്പൊക്കെ നോക്കി ഇങ്ങനെ ട്രക്കിന്റെ മേലിരുന്ന് പോയിക്കൊണ്ടിരിക്കുക അടുത്ത സ്പോട്ടിലേക്ക്. അതേ അവിടെ ഒരു 3-4 പേര് കാത്തിരിക്കാൻ നമ്മളെയാണ്. നമ്മൾ 4 കിറ്റോടെ ഇറക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇന്ന് കയറി എല്ലാ വീട്ടിലും കട്ടിൽ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതിന് കട്ടിലിന് ലോറി വരണം. ഞാൻ കൊണ്ടുവന്ന ട്രക്ക് മൊത്തത്തിൽ കാലി. എല്ലാ വീട്ടിലും ഒരു ട്രങ്ക് വെട്ടി 2 കസേര ഒരു മേശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം കട്ടിലോടെ കൊടുക്കാറുണ്ട്. അതിന് കട്ടിലും കൊള്ള ലോറി ഇവിടം വരെ ഒന്ന് വരണ്ടേ. അവർ വഴിയേറ്റി വേറെ ഏതോ ജില്ലയ്ക്ക് പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവരെ തപ്പി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അവസാനം കട്ടിലിൻ്റെ ലോറി ഇവിടെ അടുത്തെങ്ങാണ്ട് എത്തിയെന്നൊരു കരക്കമ്പി കേട്ടു. എന്തായാലും ഞാൻ കൊണ്ടുവന്ന ട്രക്ക് തീർന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞിട്ട് പെരുമഴയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരം ഫുൾ ഇരുട്ടി. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ കുറേ വീട്ടിൽ കട്ടിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഏറ്റവും അറ്റത്തെ വീട്ടിലെത്തി. ഇവിടെ കണ്ടോ, ഇത്രയും മഴ വീഴത്തേക്ക് ഇവിടെ മൊത്തം വെള്ളം പൊങ്ങി. അപ്പോൾ ശരിക്കുള്ള നല്ല മഴയത്തൊക്കെ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഇവർക്ക് എന്തായാലും ഫിൽട്ടർ ലീഫിൻ്റെ സാധനങ്ങൾ എന്തായാലും അത്യാവശ്യമാണ്. സമയം ഒരുപാട് വൈകിയോണ്ട് നേരെ ഇരുട്ടിയോണ്ട് നമ്മൾ ആ കട്ടിലിൻ്റെ ഫുൾ സെറ്റ് ആ കോളനിയിലുള്ള എല്ലാം ആണ് ഈ മരത്തിൻ്റെ അവിടെ ചാരി വെച്ചിട്ട് നമ്മൾ പോയി. പിന്നെ പയ്യെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ കൺസൈൻമെൻറ്റ് മൊത്തത്തിൽ ഡെലിവറായി. അവസാനത്തെ ഈ കട്ടിൽ മൊത്തം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ട്രക്ക് വീണ്ടും കാലിയായി. അങ്ങനെ 2 ട്രക്കും കാലിയായി. 2 നമ്മൾ തിരിച്ച് ഗോഡൗണിലോട്ട് പറഞ്ഞുവിടാൻ പോകും. ദൂരെ വീടുള്ള ആൾക്കാരൊക്കെ പയ്യെ വന്ന് കട്ടിലെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ആ കാഴ്ചയെ കണ്ടുകൊണ്ട് പയ്യെ ഇവിടുന്ന് സ്കൂട്ടാവുകയാണ്. അപ്പോൾ ടാറ്റ, ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ച് കൽപ്പറ്റയിലേക്ക് പോകാം. ബൈ ബൈ. ശുഭനിദ്ര സുഗന്ധ.